നമസ്തേ. ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സുസ്വാഗതം. 22/8/2025 വെള്ളിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം ആയില്യ നക്ഷത്രമാണ്. 45 നാഴികയാണ് ഉള്ളത്. അതായത് ശനിയാഴ്ച വെളുപ്പിന് 12:18 വരെ ഉണ്ട്. ഈ ആയില്യ നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാനിവിടെ പറയുന്നത്. ഗണ്ടാന്ത ദോഷമുള്ളൊരു ഗണ്ടാന്ത സന്ധിയുള്ളൊരു നക്ഷത്രം കൂടിയാണ് ആയില്യ നക്ഷത്രം എന്ന് പറയുന്നത്. ഗണ്ടാന്ത ദോഷമുണ്ട്. രേവതി, തൃക്കേട്ട, ആയില്യം എന്നീ 3 നക്ഷത്രക്കാർക്ക് അവസാനത്തെ 15 നാഴിക ഗണ്ടാന്ത ദോഷമുണ്ട്. അശ്വതി, മകം, മൂലം എന്നീ 3 നക്ഷത്രക്കാർക്ക് ആദ്യത്തെ 15 നാഴിക ഗണ്ടാന്ത ദോഷമുണ്ട്. അപ്പം ഞാൻ ആ ഗണ്ടാന്ത ദോഷം എങ്ങനെയൊക്കെ ഒരു മനുഷ്യ ജീവിതത്തെ ബാധിക്കുമെന്നും ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് എത്രമാത്രം ഈ ഗണ്ടാന്ത ദോഷം ബാധിക്കുമെന്നും ഇതെങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതത്തിനെ ബാധിക്കുന്നതെന്നും അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഇത് കാണേണ്ടതാണ്. പൂർണ്ണമായും കാണുക. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇന്നത്തെ ആയില്യ നക്ഷത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവസാനം 15 നാഴികയാണ് ഗണ്ടാന്ത ദോഷമുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഗണ്ടാന്ത ദോഷം ബാധിക്കുന്ന പാദങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ആയില്യ ആദ്യ പാദത്തിന് ദോഷമില്ല. 2ാം പാദത്തിന് ധനത്തിനെ ബാധിക്കുന്നുണ്ട്. ആയില്യത്തിൻ്റെ 3ാം പാദം മാതാവിനെ ദോഷമുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ആയില്യത്തിൻ്റെ 4ാം പാദത്തിന് പിതാവിന് ദോഷം സംഭവിക്കുന്നുണ്ട്. മൃത്യു പോലെയുള്ള ദോഷമൊന്നും അല്ല ഉണ്ടാകുന്നത്. ക്ലേശപരമായിട്ടുള്ള ജീവിതം, ദുരിതപരമായിട്ടുള്ള ജീവിതം ഇവർക്ക് നയിക്കേണ്ടി വരും. അപ്പം ഗണ്ടാന്ത ദോഷമുള്ള നക്ഷത്രം ആയതുകൊണ്ട് ഈ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക ആണ് ഗണ്ടാന്ത ദോഷം ബാധിക്കുന്നത്. ഗണ്ടാന്ത ദോഷ സമയത്ത് ജനിക്കുന്ന കുട്ടി ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ സമയത്ത് ജനിക്കുന്ന ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അഥവാ ജീവിച്ചിരുന്നാൽ കുട്ടി ജനിക്കുന്ന കുലത്തിനും മാതാപിതാക്കൾക്കും ദോഷം സംഭവിക്കുന്നു. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അനുഭവം ഒന്ന് തന്നെയാണുള്ളത്. ഈ സമയത്ത് ജനിക്കുന്ന ആൺകുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കുലത്തിനും വംശത്തിനും മാതാപിതാക്കൾക്കും എല്ലാം തന്നെ നാശം സംഭവിക്കുമെങ്കിലും ഈ കുട്ടി ജീവിച്ചിരുന്നാൽ പ്രതാപശാലിയായും രാജ്യതുല്യനായും ജീവിക്കാൻ യോഗമുണ്ട്. അതുപോലെ അശ്വതി, മകം, മൂലം ഇതിൻ്റെ ആദ്യത്തെ 15 നാഴിക രാത്രി ജനിച്ചാൽ മാതാവിനെയാണ് ദോഷം സംഭവിക്കുന്നത്. ആയില്യം, തൃക്കേട്ട, രേവതി ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തികൾക്ക് ഈ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയാണ് ദോഷമുള്ളത്. ഗണ്ടാന്ത ദോഷമുള്ള സമയം പകൽ ജനിച്ചാൽ ദോഷം സംഭവിക്കുന്നതാണ്. ഗണ്ടാന്ത സന്ധിയിൽ ജനിക്കുന്നവർക്ക് ഉള്ള ഫലമാണ് പറയുന്നത്. ആയില്യം, തൃക്കേട്ട, രേവതി ഈ നക്ഷത്രങ്ങൾക്ക് അവസാനത്തെ 15 നാഴിക ഗണ്ടാന്ത ദോഷമുണ്ടെന്ന് പറഞ്ഞുവല്ലോ. എന്നാൽ അവസാനത്തെ 4ാം പാദവും 3/4 നാഴികയും ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് 7.5 നാഴിക ആണ് ഗണ്ടാന്ത സന്ധി എന്ന് പറയുന്നത്. ഈ സമയത്ത് ജനിക്കുന്ന കുട്ടി മരിക്കാതെ ഇരുന്നാൽ കുലത്തിന് മുഴുവനും അന്തകനായി തന്നെ ഭവിച്ചിരിക്കും. ഇവർ രാജ്യതുല്യരായി ജീവിക്കാനും സമ്പൽ സമൃദ്ധിയോടുകൂടി ഐശ്വര്യത്തോടുകൂടി ജീവിക്കാനൊക്കെ ഉള്ളൊരു യോഗവും കാണുന്നുണ്ട്. അശ്വതി, മകം, മൂലം ആദ്യത്തെ പാദം 3/4 നാഴികയും കൂട്ടിക്കിട്ടുന്ന 7.5 നാഴിക ഗണ്ടാന്ത സന്ധി എന്ന് പറയുന്നുണ്ട്. അപ്പം ഗണ്ടാന്ത ദോഷം ബാധിക്കുന്ന നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. തൃക്കേട്ട, ആയില്യം, രേവതി ഈ നക്ഷത്രക്കാർക്ക് അവസാനത്തെ 15 നാഴികയും അശ്വതി, മകം, മൂലം ഈ നക്ഷത്രക്കാർക്ക് ആദ്യത്തെ 15 നാഴികയുമാണ് ഗണ്ടാന്ത ദോഷമുള്ളത്. 7.5 നാഴികയാണ് ഗണ്ടാന്ത സന്ധി എന്ന് പറയുന്നത്. 6 നക്ഷത്രക്കാർക്കും ഒരുപോലെ തന്നെയാണുള്ളത്.
അശ്വതി മകം മൂലം ഈ നക്ഷത്രക്കാർക്ക് ആദ്യത്തെ 15 നാഴികയാണെങ്കിൽ അതിൻ്റെ 7.5 നാഴിക രണ്ടാമത്തെ സന്ധിയും, ആയില്യം തൃക്കേട്ട രേവതി ഈ നക്ഷത്രക്കാർക്ക് അവസാനത്തെ 15 നാഴികയുമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് കമൻറ്റിലൂടെ ചോദിക്കുക, മറുപടി തരുന്നതാണ്.